അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദേശത്തിൽ അങ്ങ് സംപ്രീതനായി. യാക്കോബിന്റെ അടിമത്തം അങ്ങ് അവസാനിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ ദേശത്തിൽ അങ്ങ് സംപ്രീതനായി. യാക്കോബിന്റെ അടിമത്തം അങ്ങ് അവസാനിപ്പിച്ചു. ജനത്തിന്റെ ദുഷ്ടത അങ്ങ് ക്ഷമിച്ചു. അവരുടെ പാപങ്ങളെല്ലാം പൊറുത്തു. കോപമെല്ലാം അങ്ങ് ദൂരെ അകറ്റി. അങ്ങയുടെ ഉഗ്രകോപം പിൻവലിച്ചു. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ നേർവഴിയിലാക്കണമേ. അങ്ങയുടെ രോഷം പിൻവലിക്കണമേ. എന്നേക്കും അങ്ങ് ഞങ്ങളോട് കോപിക്കരുതേ. തലമുറകളോളം അങ്ങയുടെ കോപം നിലനിർത്തരുതേ. അങ്ങ് ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ. ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപ വെളിപ്പെടുത്തണമേ. അങ്ങയുടെ രക്ഷ ഞങ്ങൾ കേൾക്കണമേ. കർത്താവായ ദൈവത്തിന്റെ തിരുവചനം ഞങ്ങൾ ശ്രവിക്കട്ടെ. തന്റെ ജനവും നീതിമാന്മാരും പിന്തിരിയാതിരിക്കാൻ വേണ്ടി ദൈവം സമാധാനമരുളുന്നു. ദൈവത്തെ ആദരിക്കുന്നവർക്ക് അവിടുത്തെ രക്ഷ സമീപസ്ഥമാണ്. ദൈവമഹത്വം ദേശത്ത് നിലനിൽക്കും. കൃപയും സത്യവും കണ്ടുമുട്ടും. നീതിയും സമാധാനവും തമ്മിൽ ആശ്ലേഷിക്കും. ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും. ആകാശത്ത് നിന്ന് നീതി കടാക്ഷിക്കും. കർത്താവ് തന്റെ നന്മകൾ പ്രദാനം ചെയ്യും. ഭൂമി അതിന്റെ വിളവ് നൽകും. നീതിമാൻ തിരുമുമ്പിൽ വ്യാപരിക്കും. അവന്റെ പാതകൾ ഭൂമിയിൽ ക്രമപ്പെടുത്തും. കർത്താവേ, ചെവി ചായ്ക്കണമേ. എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ അഗതിയും നിസ്സഹായനുമാകുന്നു. അങ്ങ് നല്ലവനാകുന്നുവല്ലോ. എന്റെ ആത്മാവിനെ കാത്തുരക്ഷിക്കണമേ. ദൈവമേ, അങ്ങയുടെ ദാസനെ രക്ഷിക്കണമേ. എന്റെ പ്രത്യാശ അങ്ങിലാണല്ലോ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്നെന്നും ഞാൻ അങ്ങേ വിളിക്കുന്നു.
അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് നല്ലവനാണല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ അങ്ങയുടെ കൃപാവരം സമൃദ്ധമാണ്. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ. ഞെരുക്കകാലത്ത് ഞാൻ അങ്ങയെ വിളിച്ചു, അങ്ങ് എനിക്ക് ഉത്തരമരുളി. എന്റെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് തുല്യനായി ആരുമില്ല. അങ്ങയുടെ പ്രവൃത്തികൾ അതുല്യമാണല്ലോ. കർത്താവേ, അങ്ങ് സൃഷ്ടിച്ച എല്ലാ ജനതകളും അങ്ങയെ ആരാധിക്കും, അങ്ങയുടെ നാമം സ്തുതിക്കും. എന്തുകൊണ്ടെന്നാൽ അങ്ങ് വലിയവനാകുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അങ്ങ് മാത്രമാകുന്നു ദൈവം. കർത്താവേ, അങ്ങയുടെ വഴി എന്നെ കാണിക്കണമേ. സത്യമാർഗത്തിൽ ഞാൻ ചരിക്കട്ടെ. തിരുനാമത്തെ ഭയപ്പെടുന്നവരിൽ എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമമെന്നും സ്തുതിക്കും. അങ്ങയുടെ കൃപ എന്നിൽ വർദ്ധിച്ചിരിക്കുന്നു. സിയോനിൽ നിന്ന് അങ്ങ് എന്നെ വീണ്ടെടുത്തു. ദൈവമേ, ദുഷ്ടന്മാർ എനിക്കെതിരായി നിരന്നു. ശക്തരുടെ സമൂഹം എന്റെ ജീവനെ തേടി, അങ്ങേ അവർ ഓർത്തില്ല. കർത്താവായ ദൈവമേ, അങ്ങ് കാരുണ്യവാനും ദയാനിധിയും ശാന്തശീലനുമാണ്. അങ്ങിൽ കൃപയും നീതിയും നിറഞ്ഞിരിക്കുന്നു. കർത്താവേ, എന്നിലേക്ക് തിരിയണമേ. എന്നോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ ദാസന് ശക്തി നൽകണമേ. ദാസിയുടെ പുത്രനെ സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നന്മയുടെ അടയാളം അങ്ങ് എന്നിൽ പതിക്കണമേ. എന്റെ വിരോധികൾ അത് കണ്ട് ലജ്ജിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മിശിഹായേ, നീ അനുതാപികളെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ ആയുസ്സിൻ്റെ ദിവസങ്ങൾ പരിമിതമാകുന്നു. നാളുകൾ ഓരോന്നായി കൊഴിയുന്നകലുന്നു. ജീവിതയവനികയും താഴ്ന്നു തുടങ്ങുന്നു. അന്തിമ നാഴികയോർക്കാതെ തിന്മയിലാണ്ടു ഞാൻ. ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ദയതന്നുറവിടമേ, മാനവ സ്നേഹിതനെ, തിന്മ നിറഞ്ഞിടം എന്നിൽ കനിയണമേ. തിരുസന്നിധിയിൽ നിന്നെന്നെ തള്ളിക്കളയരുതേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പാപത്തിൻ ഫലമായി എന്നുടെ ആത്മാവിൽ മുറിവുകൾ അനവധിയായി നിറയെ ചതവുകളും. രോഗികളല്ലോ തേടുന്നു വൈദ്യനെ എന്നാളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപക്കരയകിലം കഴുകി വെടിപ്പാക്കും മിശിഹാ കർത്താവേ, ദിവ്യഭിഷഗ്വരനെ, കാരുണ്യത്തിൻ സോപ്പായാൽ സൗഖ്യം പകരണമേ. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ
ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരെ നിതരാം കാക്കണമേ കരുണാമയനാം കർത്താവേ. ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങേ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പസ്തോലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമിയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്ക് തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല. കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുതപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശിമിയോൻ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവർ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിനു ശേഷം ജെറുസലേമിലേക്ക് മടങ്ങി. അങ്ങനെ അവൻ സമരിയാക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിൽ
അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
അത്യുന്നതന്റെ വാസസ്ഥലം പരിശുദ്ധമാകുന്നു. ഭാഗ്യമേ എന്നൊരു കന്യകയെ, പാവനയാകും മാതാവേ, നിന്നുടെ ആത്മാവെന്നാളും മഹിമ നിറഞ്ഞു വിരാജിപ്പു. നിൻ തിരുസുതനാൽ നീ എന്നും ദൈവാനുഗ്രഹപൂരിതയാ. രാജകുമാരി അഴകാർന്നു നിൽക്കുന്നു. നിന്നെ മനഞ്ഞവനായിടം സൃഷ്ടാവാകും ദൈവം തൻ ആധ്യാത്മികമാം ദാനങ്ങൾ നിന്നിൽ കനിവോട് വർഷിച്ചു. അവനുടെ കൃപയാൽ നീ ഉലകിൽ സമ്പത്പൂരിതയായി തീർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സൃഷ്ടാവാകും ദൈവത്തിൻ ദാനം തിങ്ങി നിറഞ്ഞിടും നിക്ഷേപാലയമാകും നീ. കൃപതൻ നിസ്തുല ഭണ്ഡാരം അവനുടെ കൃപയാൽ മർത്യർക്കായി ജീവനെഴുന്നൊരു തുറമുഖവും. അനുതാപത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. പശ്ചാത്താപത്താൽ കണ്ണീർ ചിന്തിടാൻ കഴിയാതെ നിമിഷം നാഥാ തിരുമുൻപിൽ നിൽപ്പൂ പാപിത കരുണയൊഴുക്കണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിതരാമലസതയിൽ എന്നും പാപത്തിൻ വഴിയിൽ നീങ്ങിയ ഞാൻ വിധിതൻ ദിവസത്തിൽ നാഥാ തിരുമുൻപിൽ എങ്ങനെ നിന്നിടും. അങ്ങയുടെ കരുണ വേഗം ഞങ്ങളിൽ ചൊരിയണമേ. ദ്യോവിൽ ദൂതന്മാർ നിരയായി അണിചേരും വിധിയുടെ നാഴികയിൽ ഞാനെന്തുര ചെയ്യും. നാഥാ നിൻ കൃപയാൽ ദയ നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അറിവോടെന്നാളും സൗഖ്യം നൽകിയിടും ദിവ്യഭിഷഗ്വരനെ, രോഗിക്കാശ്വാസം അഗതിക്കാലംബം നാഥാ നീ മാത്രം. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കട്ടെ. മരണം വരെയും പാപത്തിൻ ഘോരകടത്താൽ വിറകൊള്ളും എൻ മനമീശോ മിശിഹായെ പ്രാർത്ഥനയിൽ കൈനീട്ടുന്നു. പാപത്താൽ എൻ നയനങ്ങൾ കൂരിരുൾ മൂടി നശിക്കുന്നു. നാഥാ ദീപ്തി ചൊരിഞ്ഞെന്നെ മൃതിയിൽ നിന്നുമുണർത്തണമേ. പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കർത്താവേ നിൻ സവിധത്തിൽ ചുങ്കക്കാരും പാപികളും അഭയം തേടിയണഞ്ഞപ്പോൾ കനിവോടെ നീ കൈക്കൊണ്ടു. രോഗിക്കല്ലോ വൈദ്യൻ തൻ സാന്നിധ്യം ചിരമാവശ്യം. കരുണ നിറഞ്ഞോരീ വചനം ഞങ്ങളിൽ ആശയുണർത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപത്താൽ എന്നാത്മാവിൽ മാരകരോഗം വളരുന്നു.
നെടുവീർപ്പോടെ തിരുമുൻപിൽ കരുണയ്ക്കായി ഞാൻ കേഴുന്നു. രോഗമി എന്നിടും ആത്മാവിൻ ബലഹീനതയും വേദനയും അറിയും നാഥ കനിയണമേ, അൻപൊടു സൗഖ്യം പകരണമേ. ദൈവമേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. അന്തിമ വിധി നാളിൽ കരുണാവാരിധിയാം നിന്ദയ നേടിയിടാൻ കള്ളൻ വന്നെന്നാത്മാവിൻ ജീവനെടുക്കും മുൻപേ എൻ രക്ഷകനായി വന്നണയണമേ. പാപവിമുക്തി പകർന്നിടണേ കർത്താവേ, കൃപ നീയേ. കർത്താവ് തന്റെ ദാസരുടെ പ്രാണൻ സംരക്ഷിക്കും. ബലഹീനതയാൽ ഞാൻ ദുഷ്ടനൊരുക്കിയതാം കിണിയിൽ നിബദിച്ചു. സർവാധിപനാം കർത്താവേ, കിണികൾ തകർത്തു നയിക്കണമേ. ശക്തി നശിക്കും മുൻപേ ഞാൻ മോചിതനായി നിൻ സ്തുതി പാടാൻ നന്മകളെ നിത്യം കീർത്തിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രക്ഷകനീശോയെ, വിലയേറിയിടും നിൻ തിരുരക്തത്താൽ നീ നേടിയ പാവന സഭയാകും ആലയിൽ നിന്നുമകന്നവരാം മക്കൾക്കായി വിടുന്നെന്നും പ്രാർത്ഥിച്ചിടുന്നവരും നിൻ ഗേഹത്തിൽ സ്തുതികൾ പാടിടാൻ. ജാഗ്രതയോടെ സദാ പ്രാർത്ഥിക്കുവിൻ. തീക്ഷ്ണതയാർന്നൊരു സോദരഗണമേ, പ്രാർത്ഥനയാകും കോട്ടയിലഭയം തേടിയിടാം. രക്ഷയും അതുപോലുന്നതമാകും പ്രത്യാശയും ഈ പ്രാർത്ഥന നമ്മൾ കേകീടും. ശക്തിയെഴുന്നോരായുധമല്ലോ റൂഹ നൽകിടുമീ ദാനം. പ്രാർത്ഥിപ്പവനു ലഭിച്ചിടും ദത്തവകാശം സ്വർഗത്തിൽ. വിണ്ണിൻ വരമാം ദാനത്താൽ അവനുടെ വദനം ദീപ്തവുമാം. വരുവിൻ വരുവിൻ ജാഗ്രതയാർ ഒരു മനമോടെ പ്രാർത്ഥിക്കാം, സ്തുതികൾ പാടിടാം. വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ. ദിവ്യവിരുന്നിനടഞ്ഞിടാനായി വിണ്ണിന്നരജൻ മിശിഹാ നമ്മെ വിളിക്കുന്നു. നൈർമല്യത്തിൻ തിരുവസ്ത്രത്താൽ ഭൂഷിതരാകാം, ഹൃദയവിശുദ്ധി വരിച്ചിടാം. മതിശാലിനികൾ കന്യകളെപ്പോൾ എണ്ണവിളക്കിലൊഴിച്ചിടാം. മണവാളൻ വന്നണയുമ്പോൾ അവനെ പരിചോടിതിരേൽക്കാം. അവനോടൊപ്പം സ്വർഗത്തിൻ മണവറ പോകി വിരാജിക്കാം. അവനെ താണുവണങ്ങിടാം, ആരാധിക്കാം, സ്തുതി പാടാം നിറയും മോദമോടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥനയാകും സുകൃത സുമത്താൽ സമലങ്കൃതരായി നീതിയിടും നരരെല്ലാരും. പ്രാർത്ഥന തൻ പ്രിയ സ്നേഹിതരായോ വിശ്രുതരായി വിജയം നേടി ഭുവനത്തിൽ. ശക്തി അതിൽ നിന്നൊഴുകുകയല്ലോ, ഉന്നതമാണതു ശ്രേഷ്ഠവുമാം. ആദിമനാളിൽ ദിവ്യാമാർ വെളിപാടതു വഴി ദർശിച്ചു. അത്ഭുതമനവധി ചെയ്തുലകിൽ
ഒളിവായവയെ തെളിവാക്കി മർത്യനു നന്മ ലഭിച്ചിടാൻ പ്രാർത്ഥിക്കാനായി തിരുനാഥൻ നമ്മോടുര ചെയ്തു.